ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളെ വിറപ്പിക്കുന്ന കാട്ടാന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ 2 കുങ്കിയാനകൾ കൂടി ഇന്ന് ഇടുക്കിയിലെത്തി. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു എന്നീ കുങ്കിയാനകളാണ് എത്തിയത്. വയനാട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് ആനകളുമായുള്ള സംഘം യാത്ര തിരിച്ചത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, ഇടുക്കി ശാന്തൻപാറ പഞ്ചായത്തുകളെ വിറപ്പിക്കുന്ന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യ സംഘത്തിലെ 2 കുങ്കിയാനകൾ കൂടി ഇന്ന് ഇടുക്കിയിൽ എത്തിച്ചേരുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ആതിര, ഈ കുങ്കിയാനകളെ ഇന്ന് ഇടുക്കിയിൽ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുങ്കിയാനകളെ ഇടുക്കിയിൽ ഇന്ന് രാവിലെയാണ് വയനാട്ടിൽ നിന്ന് എത്തിച്ചത്. ഈ കുഞ്ചുവിനെയും കോന്നി സുരേന്ദ്രനെയും ആണ് വയനാട്ടിൽ എത്തിച്ചത്. ഈ കോന്നി സുരേന്ദ്രനും കുഞ്ചുവുമാണ് PT7 ഉൾപ്പെടെയുള്ള ആനകളെ മെരുക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘത്തിൽ ഇവർ എത്തുന്നതും വലിയ ഈ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക കാര്യം തന്നെയാണ്. പക്ഷേ ഈ വനംവകുപ്പിനെ അലട്ടുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നിരുന്നു. ഈ 29 വരെ ഈ 29 വരെ ആനയെ പിടികൂടുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അരിക്കൊമ്പനെ പിടികൂടുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് ഉള്ളത്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുടെ ഒരു വറ്റിൽ തന്നെയാണ് അവർ കഴിയുന്നത്. 303 കോളനിയിലും ഒപ്പം തന്നെ 303 കോളനിയിലും ശാന്തൻപാറ പഞ്ചായത്തിലും അടക്കം വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഈ അരിക്കൊമ്പൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇന്നലെ പെരിയമല എസ്റ്റേറ്റിലായിരുന്നു ഇന്നലെ അരിക്കൊമ്പൻ വിഘടിച്ച് നടന്നത്. ഇപ്പോഴും അരിക്കൊമ്പൻ പെരിയമല എസ്റ്റേറ്റിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടം അരിക്കൊമ്പൻ വരുത്തി വെച്ചതും വലിയ വിനയായി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കാരണം ഇന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ മേഖലകളിൽ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ബിയൽപുരത്ത് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അന്ന് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോഴും പ്രദേശവാസികൾ ആശങ്കയിലാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ പോലും ജില്ലയ്ക്ക് പുറത്തു നിന്ന്, അതായത് ഇടുക്കിയുടെ അല്ലെങ്കിൽ ചിന്നക്കനാൽ മേഖല, ശാന്തൻപാറ മേഖലയിൽ താമസിക്കുന്നവരല്ലാത്ത മൃഗസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ഒരു പറ്റം ആളുകൾ പരാതി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അരിക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യത്തിന് സ്റ്റേ ലഭിക്കുന്ന ഒരു സാഹചര്യം എത്തിയത്. എന്നാൽ ഈ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെയുള്ള ജനവാസ മേഖലയിൽ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ദുഃഖം എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവർ ഉന്നയിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അരിക്കൊമ്പൻ ഇവിടെ സൃഷ്ടിച്ചു, നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു. അതിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പനെ പിടികൂടണമെന്നുള്ള ഒരു ആവശ്യം ശക്തമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ അരിക്കൊമ്പനെ പിടികൂടുന്നതിനായി വലിയ രീതിയിൽ അരിക്കൊമ്പനെ ആകർഷിക്കാൻ വേണ്ടി ജനവാസ മേഖലയിലേക്ക് എത്തിക്കാൻ വേണ്ടി, അതായത് ഈ ആനയെ മെരുക്കിയെടുക്കാൻ വേണ്ടി ഈ റേഷൻ കട അടക്കമുള്ള സമാന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അത്തരത്തിലുള്ള നടപടികളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അരിക്കൊമ്പനെ മെരുക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിലും അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. കോടതിയിൽ കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇന്നലെ നടന്ന മന്ത്രിതലത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായത്. കാരണം കോടതിയിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം. അരിക്കൊമ്പൻ ഇത്രയും നാളും ഈ നാശനഷ്ടം ഉണ്ടാക്കിയ സാഹചര്യങ്ങളും 11 പേരെയാണ് അരിക്കൊമ്പൻ കൊന്നത്. ഈ 11 പേരുടെ വിവരങ്ങളടക്കം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു വിധി ലഭിക്കുമെന്നാണ് ഈ വനം വകുപ്പിന്റെ പ്രതീക്ഷ. കാരണം അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയും ഇന്ന് കോടതിക്ക് നൽകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിനാ അജി, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളാണ് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്? ഹർത്താൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നാട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം ഈ നാട്ടുകാരെ ബോധവൽക്കരിക്കാനാണ് പഞ്ചായത്ത് ആദ്യം ശ്രമിച്ചത്. ഗോത്രഭാഷ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ, മലയാളത്തിലും തമിഴിലും അടക്കം നാട്ടുകാരെ ബോധവൽക്കരിക്കാനുള്ള ഒരു നടപടിയായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടാകുന്നത്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ പഞ്ചായത്തും, അതായത് ലോക്കൽ ബോഡിയും ആകെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിറങ്ങലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം
ഇത്തരത്തിലൊരു ഇത് വന്നപ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്നുള്ളതിന്റെ ഒരു വലിയൊരു പ്രതിസന്ധിയും അവർക്കുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയില്ല. ജനങ്ങളുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. ആതിര. ശരി അജയ്. ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലകളെ വിറപ്പിക്കുന്ന കാട്ടാന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ 2 കുങ്കിയാനകൾ കൂടി ഇന്ന് ഇടുക്കിയിലെത്തി. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു എന്നീ കുങ്കിയാനകളാണ് എത്തിയത്. വയനാട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് ആനകളുമായുള്ള സംഘം യാത്ര തിരിച്ചത്. അതേസമയം അരിക്കൊമ്പനെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഹൈക്കോടതിയിൽ കേസിൽ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകൾ കക്ഷി ചേരാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജി കുഞ്ഞ്.